നമുക്ക് സമൂസ എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടാണ് കേട്ടോ. നമസ്കാരം, ഹിൽടോപ്പ് കിച്ചൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കരിക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു സമൂസയാണ്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് നമ്മൾ ചെയ്യുന്നത് കരിക്ക് വെച്ചിട്ടൊരു മസാല അടിച്ചിട്ടാണ്. അപ്പോൾ ഒരു കരിക്ക് കൊണ്ടൊരു സമൂസ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, അതേപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും മാക്സിമം കണ്ടു നോക്കുക. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെ എല്ലാവരെയും വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ കൊണ്ടുവന്ന കരിക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കരിക്കിൻ്റെ ഉള്ളിലെ ആ ഫ്ലഷ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവർ 3 കരിക്കിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അതല്ലെങ്കിൽ ഇപ്പോൾ ഇത് വെട്ടിപ്പറക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ കരിക്കിൻ്റെ ഉള്ളിലെ ഫ്ലഷ് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സമൂസയ്ക്കുള്ള ഡോ ഉണ്ടാക്കാം. നമ്മളിവിടെ സമൂസയുടെ ഷീറ്റൊന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പം ഗീ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഗീ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് എന്നിട്ട് ഈ ഓയിൽ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എല്ലായിടത്തും ഓയിലാവുന്ന രീതിയിൽ ആക്കിയെടുക്കണം. നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. ഇതിൽ ജീരകമൊക്കെ ആ ഒരു സമൂസയുടെ ഡോ അടിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ഷീറ്റ് നമ്മൾ എല്ലാം ചെയ്ത് വരുമ്പോൾ ആ ജീരകമൊക്കെ ഇതിൽ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ജീരകം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇടാൻ പറ്റിയത് അയമോദകം, ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും ആ സമൂസയുടെ ഡോയിലേക്ക്. അപ്പോൾ സമൂസയുടെ ഷീറ്റ് വാങ്ങാൻ കിട്ടും. ആ ഷീറ്റ് വാങ്ങിയിട്ടാണ് ഇപ്പം നോർമലി എല്ലാവരും ചെയ്യുന്നത്. നമ്മളിപ്പോൾ അങ്ങനത്തെ സമൂസ അല്ലേ ചെയ്യുന്നത്, ഒരു പഞ്ചാബി സ്റ്റൈൽ സമൂസയാണിത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ മൈദയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഗോതമ്പ് പൊടിയാണെന്നേ ഉള്ളൂ. മൈദയാണെങ്കിലും നല്ലതാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ അറിയാം, ആ ഡോ നന്നായിട്ട് ആ ഒരു ഓയിലൊക്കെ ആയി നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ. എന്നിട്ട് ഇതിലിനി നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മുടെ തണുത്ത വെള്ളം തന്നെയാണ്. തണുത്ത വെള്ളം മീൻസ് നോർമൽ വാട്ടറാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ അതിൻ്റെ ഡോയൊക്കെ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ടൈറ്റും ആവില്ല, ഒരുപാട് ലൂസും ആവരുത് കേട്ടോ. ഇതെന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് എടുത്ത് വെച്ചിട്ട് വേണം നമ്മുടെ സമൂസ റെഡിയാക്കാൻ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാൻ വെച്ചിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത്, നല്ല ചെറുതായി ചോപ്പ് ചെയ്ത് വെളുത്തുള്ളിയൊക്കെ നല്ലോണം സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് കണ്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ട് ഒനിയൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കറക്റ്റ് റെസിപ്പി ആയിരിക്കും. നിങ്ങൾ മെത്തേഡ് ഇത് ഫോളോ ചെയ്താൽ മതി. ക്വാണ്ടിറ്റി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കോ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഓയിൽ ഒരുപാട് ആവരുത്. നമുക്ക് ഇപ്പം ഫില്ല് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഓയിൽ ഇതിലേക്ക് മൊത്തത്തിൽ ഒഴുകി വരും. അപ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പം ഓയിൽ അധികം വേണ്ട, ഓയിൽ ആവശ്യത്തിന് മാത്രം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഈ ഒനിയൻ സോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ലേറ്റായി. ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒനിയൻ സോട്ടായിക്കോളും. ഇത് നമ്മുടെ സോട്ടായിട്ടുണ്ട്. ഇത്രയും ടൈം വേണ്ടി വരില്ല. അപ്പോൾ ഒനിയനൊക്കെ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അധികം വേണ്ട, കുറച്ച് മതി.
മുളക് പൊടിയൊന്നും അധികം വേണ്ട, കുറച്ച് ഗരം മസാല. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയുടെ ആ പച്ച ചുവയൊക്കെ മാറണം, അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ആ ഒരു പച്ചമണം മാറുന്നില്ല. തീ ഒരുപാട് പാടില്ല, കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊക്കെ ഈ പൊടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ മല്ലിപ്പൊടി ആണെങ്കിൽ മല്ലി നമ്മൾ മേടിച്ച് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു നാച്ചുറൽ ഫ്ലേവർ ഉണ്ടാവും. ഇത് ഇത്രയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കരിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ നല്ല ആ ഒരു ഡ്രൈ ആയിട്ട് കണ്ടോ, ഇതുപോലെ ആ ഓയിലൊന്നും ഇതിനകത്ത് പാടില്ല. ഇതേപോലെ ഡ്രൈ ആയിട്ട് ആക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ സമൂസയ്ക്കകത്ത് ഫില്ല് ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു ഓയിലൊന്ന് പുറത്തേക്ക് വരാണ്ടിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഈ ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡോ ഒരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഷീറ്റ് ചെയ്തെടുക്കണം. നമുക്കൊരു ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് നൈസായിട്ട് ഷീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേറെ വെക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ബൗളിൽ തന്നെ വെക്കാം. ഇങ്ങനെ എല്ലാം ഇതുപോലെ റൗണ്ട് പിടിച്ചിട്ട് ബൗളിൽ തന്നെ വെക്കാം. എന്നിട്ട് ഓരോന്നെടുത്ത് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഇടുന്ന ഐറ്റംസൊക്കെ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എളുപ്പമാണ്. അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കാൻ ആ ഒരു മനസ്സുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. അതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഇത് പരത്താൻ നേരത്ത് ഒരുപാട് പൊടി ഇട്ട് കൊടുക്കരുത്. ഒരുപാട് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ് നിറയ്ക്കാൻ നേരത്ത് ഒട്ടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ അധികം കട്ടിയുടെ ആവശ്യമില്ല. ഒരുപാട് കട്ടിയായി കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ വേവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം ഒരുപാട് റൗണ്ടിലാക്കാതെ കുറച്ചൊന്ന് നീട്ടത്തിൽ പരത്തുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കിത് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇതെന്നിട്ടിങ്ങനെ നടുവേ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ സമൂസ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ നടുവേ മടക്കുക. അതുപോലെ ഈ സൈഡിൽ നിന്ന് മടക്കുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് വെള്ളം തേച്ച് കൊടുക്കുക. അതെന്ന് പറഞ്ഞാൽ ഒട്ടിയിരിക്കാനാണ്. അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തിടുമ്പോൾ അത് ഓപ്പണായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളൂല. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് കാണാം ഇപ്പോൾ ഒരു കുമ്പിൾ പോലെ ആയില്ലേ. ഇതിൻ്റെ ഉള്ളിലേക്ക് വേണം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ നിറച്ച് കൊടുക്കുക. നമ്മുടെ ഈ കരിക്കിൻ്റെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് നല്ല അടിപൊളി ഫില്ലിങ്ങാണ്. അപ്പോൾ ഇതിങ്ങനെ അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഇതിൻ്റെ മണ്ടയിലും ഇതേപോലെ വെള്ളം ഇത് കൊടുക്കുക. ഇത് ഒട്ടിയിരിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തിരുമ്പോൾ ഇത് തുറന്നു പോയി കഴിഞ്ഞാൽ ഫുള്ള് പിന്നെ ഒന്നിനും കൊള്ളൂല. എന്നിട്ട് ഈ സാധനം വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു മടക്ക് പോലെ ഇടുക. എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആ ഒരു ഷേപ്പ് സമൂസ റെഡിയായി കിട്ടും. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എല്ലാവരും ഇത് ഫോൾഡ് ചെയ്യാൻ പഠിച്ചില്ലേ? ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ കാണിച്ചു തരാം. ഒരു സൈഡ് ഇങ്ങനെ മടക്കുക, ഈ സൈഡ് ഇങ്ങനെ വെള്ളം തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിലുള്ള ഇങ്ങനെ ഒരു കറക്റ്റ് ആ ഹോള് പോലെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ വന്നിട്ട് ഇവിടുന്ന് നൈസായിട്ടൊരു ഞൊറി പോലെ എടുക്കുന്നു. ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് വെള്ളം ഇവിടെ ഇങ്ങനെ തൂത്ത് കൊടുക്കുക.
വെള്ളം തൂത്ത് കൊടുക്കുക. ഇതിങ്ങനെ ഒട്ടിച്ചു വിടുക. നമ്മുടെ സമൂസ. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ മറ്റേ ഓലപ്പടക്കം പോലെ പൊതിഞ്ഞേക്കുന്ന മറ്റേ സമൂസ ആയിരിക്കും. അതായത് ഈ ഷോപ്പിൽ നിന്നൊക്കെ കറക്റ്റായിട്ട് ഷീറ്റ് മേടിച്ചിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. ഇത് ആ ടൈപ്പല്ല. ഇത് കറക്റ്റ് ഒരു പഞ്ചാബി സ്റ്റൈലാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് സാധനം. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സമൂസയൊക്കെ നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ലൈറ്റ് മൊത്തത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സമയമൊന്നും അധികമായിട്ടില്ല, എന്നാലും മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ലൈറ്റ് പോവാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നതൊക്കെ മിക്കതും ഈ മൺചട്ടി തന്നെയാണ് കേട്ടോ. അതാകുമ്പോൾ പറഞ്ഞാൽ കരിഞ്ഞു പോകുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഓയിൽ കത്തിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് സമൂസ ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാ സമൂസയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സമൂസ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു 7-8 മിനിറ്റ് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതാ ഈ ഒരു കളറാണ് ശരിക്കും വേണ്ടത്. നോക്കിയാൽ അറിയാം. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പം വീറ്റ് ഫ്ലോർ കൊണ്ട് മാത്രമല്ല മൈദയും കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇതാണ് സമൂസ. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഐറ്റമാണ് സമൂസ. നമുക്ക് സമൂസ എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതായത് ഞാനിത് നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരാം. നോക്കിക്കോട്ടോ. കണ്ടോ? ഇതാണ് നമ്മുടെ സമൂസ. നല്ല ചൂടാണ്. ഇത് കഴിച്ചു നോക്കിയാലോ? നമുക്കിത് മുഴുവനേ ഉള്ളൊരു സമൂസ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചൂടാ. ഒന്നും പറയാനില്ല. പഞ്ചാബി സമൂസയൊക്കെ നമ്മുടെ ഹിൽ ടോപ്പ് കിച്ചൺ സ്റ്റൈലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.